പിന്തുണയ്ക്കുന്നില്ലെന്ന കാരണത്താൽ ഇങ്ങനെ ചെയ്യുന്നത് ക്രൂരത, പ്രതികരിച്ച് ദിയ കൃഷ്ണ. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളെ പിന്തുണയ്ക്കുന്നുവെന്ന് ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണ. എന്നാൽ ഇതിന്റെ പേരിൽ തനിക്കും കുടുംബത്തിനും നേരെയുണ്ടാവുന്ന അധിക്ഷേപങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് വ്യക്തമാക്കി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ നിലവിൽ നടക്കുന്ന പ്രതിഷേധങ്ങളോട് തനിക്കും കുടുംബത്തിനും എതിരെ ഉയർന്ന പ്രതിഷേധങ്ങളോടും പ്രതികരിച്ച് ഇൻഫ്ലുവൻസറും സംരംഭകയുമായ ദിയ കൃഷ്ണ രംഗത്ത്. ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ച ദീർഘമായ കുറിപ്പിലാണ് താരം തന്റെ നിലപാട് വ്യക്തമാക്കിയത്. പ്രതിഷേധങ്ങളുടെ കാരണം തനിക്കറിയാമെന്നും നല്ലൊരു കാര്യത്തിന് വേണ്ടിയുള്ള പ്രതിഷേധത്തിന് താൻ എതിരല്ലെന്നും വിഷയം സർക്കാർ പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ദിയ പറഞ്ഞു. എന്നാൽ ഇതിന്റെ പേരിൽ തന്നെയോ കുടുംബത്തെയോ വിവാദങ്ങളിലേക്ക് വലിച്ചയക്കുന്നത് നട്ടലില്ലാത്തവർ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നതും അംഗീകരിക്കാൻ ആവില്ലെന്നും ദിയ വ്യക്തമാക്കി. ദിയ കൃഷ്ണയുടെ വാക്കുകൾ ഇങ്ങനെ: എനിക്ക് ഈ പ്രതിഷേധത്തിന്റെ കാരണം അറിയാം. ഞാൻ തീർച്ചയായും എതിരല്ല. ഇതൊരു നല്ല കാര്യത്തിന് വേണ്ടിയാണെന്നും സർക്കാർ ഉടൻ തന്നെ എന്തെങ്കിലും നടപടി സ്വീകരിക്കണമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ പ്രാണികളെ പിന്തുണയ്ക്കുന്നില്ല എന്ന ഒറ്റ കാരണത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നട്ടലില്ലാത്തവർ എന്ന് വിളിക്കുന്നത് ക്രൂരതയാണ്. എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങളുടെ ഇത്തരം ചീഞ്ഞ വിവാദങ്ങളിൽ നിന്ന് ഒഴിവാക്കുക. പിന്നെ എന്നെയും എൻ്റെ കുടുംബത്തെയും അൺസബ്സ്ക്രൈബ് ചെയ്യുകയും അൺഫോളോ ചെയ്യുകയും ചെയ്യുന്ന പരിപാടി എനിക്കെതിരെയും എൻ്റെ കുടുംബത്തിനെതിരെയും ഇപ്പോൾ നടക്കുന്ന പുതിയ ട്രെൻഡിങ് പ്രചാരണം ചെയ്യുന്നവർക്ക് അത് തുടരാവുന്നതാണ്. അതേസമയം നീറ്റ് ക്രമക്കേടിൽ എപ്പോൾ വേണമെങ്കിലും ചർച്ച നടത്താൻ സമ്മതമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും വ്യക്തമാക്കി. പാർലമെന്റിന്റെ അകത്തും പുറത്തും ശക്തമാകുന്ന പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് കേന്ദ്രം ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചത്. അപ്പോൾ നീറ്റ് ക്രമക്കേടിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ദിയ കൃഷ്ണയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അതോ ഇപ്പോഴും അവരെ അൺസബ്സ്ക്രൈബ് ചെയ്ത് അൺഫോളോ ചെയ്യുകയാണോ നിങ്ങൾ? അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും മക്കളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. കൂട്ടത്തിൽ നീറ്റ് പരീക്ഷാക്രമത്തിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. താങ്ക് യു.